കുരങ്ങം. ഒരു രാജസ്ഥാൻ ശൈലിയിലുള്ളൊരു മന്ദിരം. അപ്പോൾ നമ്മൾ അജ്മീറിലൊക്കെ കയറിയിരുന്നു. അജ്മീറിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, കുറേയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അജ്മീറിന് പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 7 മണിയായി. ഇരുട്ടായിട്ടില്ല എങ്കിലും ഞങ്ങൾ 7 മണിയാകുമ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്യും. ഓട്ടോക്കെ സ്റ്റോപ്പ് ചെയ്യും, റൈഡ് സ്റ്റോപ്പ് ചെയ്യും, റൂം എടുക്കും. രാത്രി ഒന്നും ഞാൻ പരമാവധി വണ്ടി ഓടിക്കാറില്ല, റൂം എടുക്കാൻ നോക്കണം. അപ്പോൾ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ റൂം ഉണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോഴേക്കും നല്ലൊരു വ്യൂ ഉണ്ട്, ഒരു റിവർ സൈഡ്. അപ്പോൾ അവിടെ നിന്ന് നിർത്തിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ അനാസാഗർ തടാകത്തിൻ്റെ അടുത്താണ്. 13 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു തടാകമാണ്. അജ്മീറിലെ ഏറ്റവും വലിയ തടാകമാണത്, ഒരു കൃത്രിമ തടാകമാണത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ നടുക്കിൽ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ആ ബോട്ട് വഴി ഐലൻഡിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇരിക്കുന്നതാണ്. സായാഹ്നം സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ, നല്ല വെതറാണ്, കുഴപ്പമില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇവിടുത്തെ മെയിൻ ഓട്ടോറിക്ഷ, വീതി കുറഞ്ഞ ഒരു ഓട്ടോറിക്ഷ. ഒരുപാട് പന്നിക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ രാജസ്ഥാനിൽ. പുഷ്കറിലേക്ക് പോകുന്ന വഴി നല്ല ഹൈ റേഞ്ചൊക്കെ ഉള്ള ഒരു റോഡാണ്. നല്ല റോഡാണ്, റോഡ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. കുന്നുമലകളൊക്കെ വെട്ടിയരിഞ്ഞ് ഉണ്ടാക്കിയ റോഡുകളാണ്. പിന്നെ നേരം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറേ എയർപിൻസൊക്കെ ഉണ്ട്. കുന്നിൻ്റെ മേലെ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ വ്യൂ ഒക്കെ നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ. കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ഹോട്ടലൊക്കെ നമുക്കിവിടെ കാണാം. കയറണമെങ്കിൽ
ഒരു സ്റ്റീലും വുഡൊക്കെ ചേർന്നൊരു ഡോറ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ബിൽഡിങ്. നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്, ചുമരിൽ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വാം ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രാത്രിയൊക്കെ നല്ലൊരു ഇതാണ്. നമുക്ക് രാത്രി ആയതുകൊണ്ട് അത്ര വലിയ ക്ലിയർ ഇല്ല. ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത ഒരു പഴയ രാജസ്ഥാനി ശൈലിയിലുള്ള ഒരു ബിൽഡിങ്ങാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനൊക്കെ നിറച്ച് ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലായിടും ഫില്ല് ചെയ്തേക്കാണ്. ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. പ്ലാന്റുകളും ചെയറ്, ദിവാങ്കോട്ട്, ആടാൻ പറ്റുന്ന ചെയർ. ഇത് എല്ലായിടത്തും വാം ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഡാർക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ. പകൽ വെളിച്ചത്തൊക്കെ നമുക്ക് ഇത് ശരിക്കും കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഒന്നും അത്ര ക്ലിയർ ഉണ്ടോയെന്ന്
വന്നോ അമ്പലം. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഒരു ടെമ്പിളും ഒരു വലിയ ഒരു മലകളൊക്കെ കാണാൻ പറ്റത്ത്. ഇതിപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തു, രാവിലെയാണ് ഈ ഡൈനിങ് ഹാള് കാണുന്നത്. ഇന്നലെ നമ്മൾ രാത്രി കണ്ട ഡൈനിങ് ഹാളാണ് ഇത്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കിച്ചൺ ഉണ്ട്. നമുക്ക് എന്താണ് ഫുഡ് വേണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ നമുക്ക് വേണ്ട സമയത്ത് അവർ റെഡിയാക്കി തരും. ഞങ്ങൾ വെജിറ്റബിൾ കറിയും ചപ്പാത്തിയാണ് കഴിച്ചത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം, ദിവാങ്കോട്ടും ചെറിയ ബെഡ് പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എവിടെ നോക്കിയാലും ഫർണിച്ചറും പ്ലാന്റ്സും അതൊക്കെ വെച്ച് ഭയങ്കര ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ. പ്രധാനമായിട്ടും ഹിന്ദുക്കളുടെയും സിഖുകാരുടെയൊക്കെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പുഷ്കറിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. പുഷ്കറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചുവന്ന ഗോളാകൃതിയിലുള്ള ബ്രഹ്മക്ഷേത്രം എന്ന് പറയും. ആ ക്ഷേത്രമാണ് പുഷ്കറിലെ ഒരു ഫേമസ് ക്ഷേത്രം. പുഷ്കർ തടാകം ഒരു കൃത്രിമ തടാകമാണ്. പുഷ്കറിലെ ഒരു ഫേമസ് തടാകം കൂടിയാണ് ഈ പുഷ്കർ തടാകം അഥവാ പുഷ്കർ സരോവർ. പുഷ്കർ തടാകത്തിന് 52 സ്നാനഘട്ടങ്ങളുണ്ട്. അതുമാത്രമല്ല തടാകത്തിന് ചുറ്റും 400-ൽ പരം ടെമ്പിൾസും സ്ഥിതി ചെയ്യുന്നുണ്ട്. 5 കിലോമീറ്റർ ചുറ്റളവാണ് ഈ തടാകത്തിന്റെ വിസ്തീർണം. 8 to 10 മീറ്റർ താഴ്ചയും ഈ തടാകത്തിനുണ്ട്. പിന്നെ ഇവിടെ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും വ്യാപാര ഉത്സവം, വാർഷിക ഒട്ടകമേളയ്ക്ക്
പുഷ്കർ പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ്. ഇത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ 7 ദിവസമാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇത് കാണാൻ ഏകദേശം 2 ലക്ഷം ആൾക്കാർ ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. പുഷ്കർ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ. ആ സമയത്ത് ഒരു മിതമായ ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയായിരിക്കും. ഈ സമയത്ത് തന്നെയാണ് ഈ ഒട്ടകമേളയും ഒക്കെ നടക്കുന്നത്. ഔദ്യോഗികമായി പുഷ്കർ പൂർണ്ണമായും വെജിറ്റേറിയനും മദ്യരഹിതവുമാണ്. അനൗദ്യോഗികമായിട്ട് മദ്യം ഇവിടെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഒട്ടക സഫാരിക്ക് 400 രൂപ മുതലാണ് ചാർജ്. ഇത് വീക്കെൻഡ് അതുപോലെ സീസൺ സമയങ്ങളിലൊക്കെ വില ചാർജ് കുറച്ച് അധികമാവും. ഈ രാജസ്ഥാനിൽ വരുന്നവർ ഡെസർട്ട് സഫാരിയൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ കിംസർ വില്ലേജ്. പിന്നെ ജോധ്പൂരിൽ ഡെസർട്ട് സഫാരിയൊക്കെ നടത്താൻ വരുന്നവർ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയം, അതാണ് കുറച്ച് നല്ല സമയം. ആ സമയത്ത് ഒരു മിതമായ ചൂടൊക്കെ ആയിരിക്കും. പോയി കഴിഞ്ഞാൽ കൂടെ നിൽക്കാം. ഇതൊരു രാജസ്ഥാനി സംഗീതം, രാജസ്ഥാനി വസ്ത്രധാരണ, ഒരു രാജസ്ഥാനിയാണ്. ഇത് രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഹിൽ ടോപ്പിൽ ഒന്നാണ്. ഇവിടെ റോപ്പ് വേ ഒക്കെ ഉണ്ട്, നോക്കണം അവിടെ വന്ന് പോകാൻ പറ്റുമെന്ന്. ആ ഹിൽ ടോപ്പിലൊരു ഇതുണ്ട്, അവിടെയൊക്കെയാണ് പോകുന്നത്. റോപ്പ് വേ കാണുന്നുണ്ട്, അങ്ങനെയാണ്. നോക്കട്ടെ, അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ചാർജ് കാര്യങ്ങൾ. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്, രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഭയങ്കര ക്യാൻവാസിങ് ആണ്. ജീപ്പ് സഫാരി, ഡെസർട്ട് സഫാരി എല്ലാം ഉണ്ട്. ഇതേപോലത്തെ സ്റ്റോൺ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയേക്കണാണ് ഇതൊക്കെ. सिंदूर का ये बॉक्स है, बल्ब लगाने का कैंडल. അങ്ങോട്ട് കയറാൻ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ഭയങ്കര ഹൈറ്റാണ്. ഈ സ്റ്റെപ്പ് വഴി അതിൻ്റെ ടോപ്പിലോട്ട് കയറി പോവാം. പക്ഷെ അത് കുറേ നടക്കണം. അത് കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നടക്കില്ല. ഞാൻ ഒറ്റക്കാണെങ്കിൽ നടന്ന് കയറണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് റോപ്പ് കേബിൾ കാറിൻ്റെ ഓഫീസാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്രയാണ് നോക്കട്ടെ. ടിക്കറ്റ് പ്രൈസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. 168 ആണ് ഒരു പേഴ്സണ്, അപ്പ് ആൻഡ് ഡൗൺ. ചിൽഡ്രൻ അപ് ടു 3 years ഫ്രീ. സാവിത്രി മാതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. കേബിൾ കാറിൻ്റെ മോട്ടർ
അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. കേബിൾ കാർ മൂവ് ആയിട്ടുണ്ട്. कहाँ से आए आप? കേരള. केरला से। भाषा मेरे को पता पड़ गया, आप केरला की भाषा बोल रहे हैं। കൂട്ടാനിരുന്നിട്ട് പാല കുടിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ടോപ്പാണിത്, ഹിൽ ടോപ്പ്. അപ്പോൾ കേബിൾ കാർ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മുകളിൽ കയറിയത്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോലും കയറലൊക്കെ ഡിഫിക്കൽട്ടാണ് പിള്ളേരൊക്കെ ആയിട്ട്. ബാച്ചിലറൊക്കെ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്ത് കയറാൻ ഇറങ്ങാനൊക്കെ പറ്റും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് വഴി വരുന്നുണ്ട്. എന്താ ഇതാണ് സ്റ്റെപ്പ്. ഇതിലേ പോകണമാണ് സ്റ്റെപ്പ് താഴത്തേക്ക്. പുഷ്കർ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ് ഈ കാണുന്നത്. ഒരു വൃത്തിയുള്ള നല്ല മനോഹരമായ ഒരു സിറ്റിയാണ് പുഷ്കർ. അവിടുത്തെ അഗ്രികൾച്ചർ ഒക്കെയാണ് ഈ കാണുന്നത്. കൃഷി സ്ഥലങ്ങൾ കുറേ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഇതിന് ചുറ്റും കുന്നുകളാണ്, മലകളാണ്. പുഷ്കർ സിറ്റി. ഇവിടെ വന്നാൽ താമസിക്കാനും, രാജസ്ഥാനിൽ വന്നാൽ പുഷ്കർ ഇത് വന്ന് താമസിക്കാനും അത്യാവശ്യം കാണാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കേബിൾ കാർ, സ്റ്റെപ്പ്, മങ്കി. കുറച്ച് പേടിയുള്ള മങ്കികളെന്ന് തോന്നുന്നു. മുറില്ലേ? അതെ. ഇവിടെ ഒരു ടീ സ്റ്റാളുണ്ട്. എടാ മാഗി വീഴരുതല്ല, വീണാ ഇവിടെ ഒന്നും കിട്ടില്ല. പുഷ്കർ സിറ്റിയിലൊന്ന് വീഴും. അവിടെ കുറേ മങ്കീസ് ഉണ്ട്. മങ്കീസ്. ഓ അവിടെയൊക്കെ കയറിക്കുന്നുണ്ട് മങ്കീസ്. ഓ ഇവിടെ എന്താ മീറ്റിംഗ് ഉണ്ടെന്നുണ്ട് മങ്കീസിന്റെ. അവർക്കുണ്ട ക്യാമറ അവർക്ക് കയറിക്കുന്നുണ്ട്. നോക്ക്, നിറയെ മങ്കീസാണ്.
ഇതിന് താഴത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇതിന് ഏറ്റവും ടോപ്പ്, ഈ ടോപ്പിൽ ടെമ്പിൾ ഉണ്ട്. അവിടെ ഒറ്റത്തൊരു റിവർ കാണാം. ഫ്രൂട്ട്സ് ഒന്നും കിട്ടില്ല. ഇവിടെ കുറെ ആടുകൾ കാണാം, നിറച്ച് ആടുകളാണ്. മന്ദിരം ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് നിങ്ങൾ പോ. അല്ല ഇവിടെ ഇല്ല. ബൻവർ സിംഗ് പാലസ്, ഇതൊരു ഹോട്ടലാണ്, ബൻവർ സിംഗ് പാലസ് ഹോട്ടൽ. ഒരു പാലസ് പോലെ തന്നെ ഉണ്ട്. ഇവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ പഴയ പീരങ്കിയുടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലസ് തന്നെ കാണുക. വണ്ടി ലോക്ക് ചെയ്തല്ല കേട്ടാ. ഓക്കെ അല്ല ഉണ്ട്. ഓക്കെ റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനാണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ
കുറച്ച് സ്ലൈഡിങ്, അതുപോലെ ഊഞ്ഞാല് ഇതൊക്കെയുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. മകന് ഊഞ്ഞാല് വേണ്ടപ്പോഴാണ് ഇവിടെ കൂട്ടിൽ കുറേ മുയലുണ്ട്. റാബിറ്റ്, അതിൻ്റെ കുട്ടിയുണ്ട്.